നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാ പ്ലാനും പൊളിഞ്ഞു. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് മുങ്ങിയാലോ ആന്റി? ഇപ്പം നമ്മൾ ഇവിടുന്ന് പോയാ എല്ലാരും നമ്മളെ സംശയിക്കും. അതുകൊണ്ട് കുറച്ചു നേരം കൂടി നമുക്ക് ഇവിടെ ഇരിക്കാം. അത്രയും നേരം നിധിയെ സഹിക്കണ്ടേ? അതാ ബുദ്ധിമുട്ട്. സഹിച്ചേ പറ്റൂ. മിഥുൻ എന്താ പറ്റിയതെന്ന് കണ്ടുപിടിക്കണം. ഡയറക്ടർ ബോർഡിൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെ വെച്ച് ശിവാനി ബ്രാൻഡ് അംബാസിഡർ ആവുന്ന തടയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ പ്ലാൻ കൃത്യമായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്തു. പക്ഷേ നിധി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാവിലെ വിളിക്കുമ്പോഴും അങ്ങനെ ഒരു സൂചന നീ തന്നില്ലല്ലോ. രാവിലെ 8 മണിക്കുമ്പോ ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ രാവിലെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്നെ വിളിച്ച് ഇവിടെ വന്നേ പറ്റൂന്ന് പറഞ്ഞു. പാർവതി ആന്റിയാ നമുക്കിട്ട് പണി തന്നത്. നിധിയുമായി ഗൗതം പിരിഞ്ഞെന്ന് കരുതിയ നമ്മള് വെറും വിഡ്ഢികളായി. ഇവരൊക്കെ ചേർന്ന് നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. എന്നെ ചതിച്ച എല്ലാവർക്കിട്ടും ഞാൻ വെച്ചിട്ടുണ്ട് മുട്ടം പണി. അവസാന നിമിഷം മിഥുൻ കയറി വന്നതോടെ ഞാനൊന്ന് ഭയന്നു. എന്നാലും അവൻ എങ്ങനെ കുഴഞ്ഞു വീണു? അതെനിക്കും മനസ്സിലായില്ല. പക്ഷേ ഇവരെന്തോ പണി കൊടുത്തതാണെന്നുള്ളത് ഉറപ്പാ. ചേച്ചിയുടെ ഊഹം കറക്റ്റാ. പ്രണവേട്ടനാ ആ പണി സ്പോൺസർ ചെയ്തത്. അയ്യോ, അന്ന് സ്കൂളിൽ വെച്ച് മിഥുൻ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെയും അവൻ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവനെ വീഴ്ത്താനുള്ള ഒരു മയക്കുവെടി ഞാൻ കരുതിയിരുന്നു.